ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങൾ മൂലമാണ് ധനയോഗമുണ്ടാകുന്നത്. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും ജീവിതവിജയത്തിനും സാധ്യതയുള്ള പ്രധാന നക്ഷത്രങ്ങളും അവയുടെ അനുകൂല സമയങ്ങളും താഴെ പറയുന്നവയാണ്. 1. ഭരണി ഭരാനി. സവിശേഷത: ശുക്രനാണ് ഭരണിയുടെ നാഥൻ. അതുകൊണ്ടുതന്നെ ഭൗതികമായ സുഖസൗകര്യങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇവർക്ക് പ്രത്യേക യോഗമുണ്ട്. അനുകൂല സമയം: ശുക്രദശയിലോ വ്യാഴം അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന സമയത്തോ ഇവർക്ക് അപ്രതീക്ഷിത ധനലാഭം, വസ്തുവകകൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. 2. അനിഴം അനിസാം. സവിശേഷത: ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രമാണെങ്കിലും കഠിനാധ്വാനത്തിലൂടെ വലിയ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് കഴിയും. ജീവിതത്തിന്റെ മധ്യകാലഘട്ടത്തിനുശേഷം വലിയ സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. അനുകൂല സമയം: ശനി അനുകൂല ഭാവത്തിൽ വരുന്ന ഗോചരമാറ്റങ്ങൾ. ഉദാഹരണത്തിന് 3, 6, 11 ഭാവങ്ങളിൽ ഇവർക്ക് വലിയ സാമ്പത്തിക വിജയങ്ങൾ നൽകും. 3. വിശാഖം വിശാഖം. സവിശേഷത: വ്യാഴത്തിന്റെ ഗുരു സ്വാധീനമുള്ള നക്ഷത്രമായതിനാൽ ഇവർക്ക് പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ബുദ്ധിയും തീരുമാനമെടുക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. അനുകൂല സമയം: വ്യാഴമാറ്റം അല്ലെങ്കിൽ ഗുരുദശാകാലം. വിശാഖം നക്ഷത്രക്കാർക്ക് പുതിയ വരുമാനമാർഗങ്ങൾ തുറന്നുകൊടുക്കുന്ന സമയമാണ്. 4. തൃക്കേട്ട തൃക്കേറ്റ. സവിശേഷത: ബുധന്റെ സ്വാധീനം കാരണം വളരെ മികച്ച ബുദ്ധിശക്തിയും ആശയവിനിമയശേഷിയും ഇവർക്കുണ്ടാകും. ഇത് തൊഴിലിടങ്ങളിൽ വലിയ സാമ്പത്തിക നേട്ടമായി മാറും. അനുകൂല സമയം: ബുധന്റെയും വ്യാഴത്തിന്റെയും അനുകൂല മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയങ്ങളിൽ ഇവർക്ക് വലിയ ധനയോഗം അനുഭവപ്പെടും. 5. രേവതി രേവതി. സവിശേഷത: സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും നക്ഷത്രമായി രേവതി കണക്കാക്കപ്പെടുന്നു. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്താറുണ്ട്. അനുകൂല സമയം: ബുധദശ അല്ലെങ്കിൽ ബുധന്റെ അപഹാര സമയങ്ങളിൽ സാമ്പത്തിക തടസ്സങ്ങൾ മാറി സമ്പത്ത് കുമിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുകൾ മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും ആളുകൾ എപ്പോഴും യൂട്യൂബിലും മറ്റും തിരയുന്ന ഒന്നാണ് ലക്ഷ്മി കുബേരമന്ത്രങ്ങളും പ്രാർത്ഥനകളും. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ശക്തിയേറിയ ചില മന്ത്രങ്ങൾ താഴെ നൽകുന്നു. 1. ശ്രീ മഹാലക്ഷ്മി മന്ത്രം. ശ്രീ മഹാലക്ഷ്മി മന്ത്ര ഏറ്റവും ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ മന്ത്രമാണിത്. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മീദേവിയെ പ്രീതിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. മന്ത്രം: ഓം ശ്രീം ഹ്രീം മഹാലക്ഷ്മിയൈ നമഃ. ജപിക്കേണ്ട വിധം: എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തി 108 തവണ ജപിക്കുന്നത് ഉത്തമം. പണച്ചെലവ് കുറയാനും ധനാഗമനത്തിനും ഇത് സഹായിക്കുമെന്ന് വീഡിയോയിൽ പ്രത്യേകം എടുത്തുപറയാവുന്നതാണ്. 2. കുബേരമന്ത്രം. കുബേരമന്ത്ര സമ്പത്തിന്റെ കാവൽക്കാരനായ കുബേരനെ സ്മരിക്കുന്ന ഈ മന്ത്രം ബിസിനസ്സിലും തൊഴിലിലും വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ സഹായിക്കും. മന്ത്രം: ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യസമൃദ്ധിം മേ ദേഹി ദാപയ സ്വാഹ. ജപിക്കേണ്ട വിധം: വ്യാഴാഴ്ചകളിലോ പൗർണമി ദിവസങ്ങളിലോ ജപിക്കുന്നത് കൂടുതൽ ഫലം നൽകും. വാസ്തുപ്രകാരം വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കാൻ നിർദ്ദേശിക്കാവുന്നതാണ്. 3. കനകധാരാ സ്തോത്രം. കനകധാര സ്തോത്രം കേരളത്തിൽ വലിയ പ്രചാരമുള്ള ഒന്നാണിത്. ആദിശങ്കരാചാര്യർ സ്വർണ്ണനെല്ലിക്ക പെയ്യിക്കാൻ ചൊല്ലിയ സ്തോത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിലെ ശ്ലോകങ്ങൾ കേൾക്കുന്നതും ചൊല്ലുന്നതും ദാരിദ്ര്യമകറ്റാൻ ഏറ്റവും മികച്ച വഴിയാണെന്ന കാര്യങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഹുക്കായി നിങ്ങൾക്കുപയോഗിക്കാം. 4. ലക്ഷ്മി ഗായത്രി മന്ത്രം. ലക്ഷ്മി ഗായത്രി മന്ത്ര കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ധനവും നിലനിൽക്കാൻ ഇത് കാരണമാകുന്നു. മന്ത്രം: ഓം മഹാദേവ്യൈച്ച വിദ്മഹി വിഷ്ണുപത്ന്യൈച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പിന്തുണ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അറിവുകൾ പ്രയോജനപ്പെടാൻ ഈ വീഡിയോ അവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനലിന്റെ വരിക്കാരാകുക. ഒപ്പം പുതിയ വീഡിയോകളുടെ വിവരങ്ങൾ ഉടനടി അറിയാൻ മണി അടയാളം അമർത്തുക. നിങ്ങളുടെ സംശയങ്ങളും ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കുറിക്കുക.